ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നിധി തീരെ ഉറങ്ങിയില്ല. രാവിലെ പുലർച്ചയ്ക്കൊക്കെയാണ് ഇപ്പോൾ ആൾ ഉറങ്ങാറ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാനും ഉറങ്ങുക. അപ്പോൾ ഉറക്കമൊന്നും ഇപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് ഇതാ ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം പിന്നെ ഇതാ ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഇരുന്ന് ഒക്കെ മടക്കി തരും കേട്ടോ. ഇത് കൊണ്ടാക്കേണ്ടതൊക്കെ ഡ്യൂട്ടി എൻ്റെതാണ്. അങ്ങനെ ശ്രീമോളും ഏട്ടനൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നിധി നല്ല ഉറക്കമാണ്. രാവിലെ ആൾ നല്ല ഉറക്കാട്ടോ. നമ്മളെ രാത്രി ഉറങ്ങാതെ ആൾ രാവിലെ നല്ല ഉറക്കും. അങ്ങനെ എന്താ ഞാൻ പിന്നെ ഒന്ന് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ട് പിന്നെ ഞാൻ രാവിലെ അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ കഴിക്കാറ് ചായൻ്റെ കൂടെ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അത് അപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് എടുത്ത് അപ്പം മീൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അടുക്കളയിലേക്ക്. അപ്പോൾ അങ്ങനെ അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയം ഒന്ന് മോളെയൊക്കെ ഒന്ന് കളിപ്പിച്ചിരിക്കും. പിന്നെ മോളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ എല്ലാ പണികളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് വാവനെ ഒരാൾ മാറി എടുക്കാനില്ലല്ലോ. അങ്ങനെ അതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ തുണികളൊക്കെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഇതാ നിധി കുളിപ്പിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കിയൊക്കെ കൊടുത്ത് അപ്പോൾ നിധീനെ അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും അച്ഛനും എന്താ മമ്പയർ പുഴുങ്ങിയതും ചായയൊക്കെ കഴിക്കുകയാണ് കേട്ടോ.